Hello everyone, welcome back to Malabar Mind. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി. പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല. സോ ഇഫ് യു ന്യൂ ടു മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിയർ ഈസ് ഫരീസ ബാനു ആൻഡ് ഐ ആം നോട്ട് മലയാളി. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റാൻഡേർഡ് അല്ല, പക്ഷേ ഞാൻ സ്റ്റാൻഡേർഡ് ആക്കി കാണിക്കുകയാണ്. പക്ഷേ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ആം നോട്ട് മലയാളി. എനിക്ക് മലയാളം സംസാരിക്കാനും ആദ്യം കുറേയൊക്കെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ട് കേട്ടിട്ട് ആൾ വിചാരിച്ചു ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡ് കാണിക്കുന്ന ആളാണെന്ന്. ഞാൻ പേഴ്സണലി സ്റ്റാൻഡേർഡ് ഇമേജ് ഇതൊക്കെ കീപ്പ് ചെയ്യാത്ത ആളാട്ടോ. എനിക്ക് സ്റ്റാൻഡേർഡ്സ് പിന്നെ ഇമേജ് കീപ്പ് ചെയ്യുന്ന ആവശ്യമില്ല, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ കീപ്പ് ചെയ്ത് പോണത്. ഐ തിങ്ക് ദോസ് പീപ്പിൾ ആർ ഫേക്ക്. അതാ റീസൺ ഞാൻ ഫേക്ക് കാണിക്കാത്തത്. അപ്പം ഞാൻ മലയാളി അല്ലാന്ന് വരുമ്പോൾ എനിക്ക് മനസ്സിൽ വേഗം 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ. മലയാളി അല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത്, പിന്നെ എങ്ങനെ മലയാളം സംസാരിക്കുന്നത്, ഇവിടെ എങ്ങനെ എത്തിപ്പറ്റത്, അതൊക്കെ എനിക്ക് സംസാരിക്കാനും ചോദിക്കാനൊക്കെ ഉണ്ടാവും. എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ ഈ വീഡിയോയിൽ തരാം. ഞാൻ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റത്, ഞാൻ ഇവിടെ എങ്ങനെയാണ് സെറ്റിലായത്, ഞാൻ എങ്ങനെ മലയാളം പഠിച്ചെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാളം പറഞ്ഞാൽ ഭയങ്കര ടഫുള്ള ലാംഗ്വേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ. ബിക്കോസ് ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും നമുക്ക് വേഗം പഠിക്കാം. ബട്ട് മലയാളം അതിൻ്റെ സ്ഥലത്ത് മലയാളം ഇസ് വെരി ടഫ്. ഈ ടങ്ങിൻ്റെ ഉള്ളിൽ കൂടി പറയുന്ന സൗണ്ട്സ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് തീരെ പറ്റാത്തത്. ഉള്ളിൽ കൂടി വരും. സപ്പോസ് പയം പറയുമ്പോൾ എനിക്ക് പഴമോ ഇതിങ്ങനെയൊക്കെ പറയണമല്ലോ. അതുകൊണ്ട് എനിക്ക് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ഞാൻ എത്തിയിട്ടില്ല. ബട്ട് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം എത്തിയിരിക്കും. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് 4-5 വർഷം എടുത്തിട്ടൊക്കെയാണ് ഞാൻ മലയാളം പഠിച്ചത്. പിന്നെ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റുമെന്ന് ഇവിടെ എങ്ങനെ എത്തിപ്പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ സിസ്റ്റർ ഇവിടെയാണ് മാരേജ് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കാൻ വന്നിരുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു സ്റ്റഡി ഹിയർ ഇൻ കേരള. അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, കേരളയിൽ സ്റ്റഡി അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കേരളയിൽ വന്നത്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നു വെക്കേഷൻസ്. അപ്പോൾ വെക്കേഷൻസിൽ എനിക്ക് ഞാൻ തീരെ വീട്ടിലിരിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരു ജോബ് നോക്കി, പിന്നെ അക്കൗണ്ടൻ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അക്കൗണ്ടൻ്റ് ജോബ് പോയി. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കണ്ടത്. അവിടെ നിന്നാണ് കണ്ട് പരിചയപ്പെട്ടത്, മനസ്സിലായത്, നമ്മൾ പരസ്പരം മനസ്സിലാക്കിയത്. അവിടെ നിന്നാണ് ഞങ്ങൾ ലവ് സ്റ്റോറി തുടങ്ങിയത്. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഞാൻ എവിടുത്തെ ആളെന്ന് ചോദിച്ചിരിക്കുമ്പോൾ ഐ ആം ഫ്രം ഹൈദരാബാദ്. ഹൈദരാബാദിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ്. വളരെ കുറേ ടൂറിസ്റ്റേഴ്സ് വരാറുണ്ട് അവിടെ. ചാർമിനാറിൻ്റെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ബിക്കോസ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഫേമസ് പ്ലേസ് ഓഫ് ഹൈദരാബാദ്. പിന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് എല്ലാത്തിനും അടിപൊളിയാണ്. ഞാൻ അഥവാ ഹൈദരാബാദ് പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ നാട്ടിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിക്കും. പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ റെഡി ആവുന്നതെന്ന് ചോദിച്ചാൽ, പിന്നെ എൻ്റെ ഫാമിലീൻ്റെ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫാമിലിയുടെ കുട്ടി എങ്ങനെ മനസ്സിലാക്കിയത്, എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫ് ഓളെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്, മോൻ്റെ ബർത്ത്ഡേ ആണ്. അതിലാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ച് വാരി ഇട്ടത് ഫേസിൽ. ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഫൗണ്ടേഷൻ പോലും എൻ്റെ മുഖത്ത് തേക്കാറില്ല. വീഡിയോക്ക് ചെറിയൊരു പ്രൊഫഷണൽ ആവാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് വൈസ് ഒക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ എൻ്റെ ലൈഫിൽ ജല്ലി മീൻസ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ഇടാറില്ല. പിന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്ക് എന്തായിരുന്നു? കേരളത്തിൽ ഭാഷയും പിന്നെ ഫുഡ് കാര്യം അഡ്ജസ്റ്റ് ആവാൻ എനിക്ക് ഒരുപാട് സമയം എടുത്തു. ബിക്കോസ് എനിക്ക് അപ്പം കിപ്പം ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അല്ലാതെ ഇവിടുത്തെ മീൻകറി, മീൻ ഇവിടെ ഫുള്ള് മീനും ചോറും. പിന്നെ അല്ല, ചോറ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അരി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ത്രോട്ടൊന്നും അരിങ്ങിയില്ല ചോറ്. അത്ര വലിയ ചോറ് ഇനി എന്താണ് ഇത്, ചോറാണോ കല്ലാണോ? അപ്പോൾ ഞാൻ കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ അരി പറ്റൂല, എനിക്ക് പ്ലീസ് ചെറിയ അരി വാങ്ങി തരണം. ഞാൻ ഇതുവരെ കഴിക്കാൻ ആളാണ്. പിന്നെ എനിക്ക് വലിയ അരി കഴിക്കാൻ പറ്റൂല. എനിക്ക് ചെറുതന്നെ റേഷനരി ആയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കഴിച്ചോളും. പക്ഷേ എനിക്ക് വലിയ അരി വാങ്ങി തരരുതേന്ന് പറയുന്നത് ഹസ്ബൻഡോട് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ റേഷനരി എന്നെ കഴിക്കാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നോയ്സ് ആവുന്നുണ്ടാവും, അതുകൊണ്ട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഫുഡിൻ്റെ കാര്യത്തിലായാലും പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ പുറത്തൊക്കെ പോയാൽ ആൾക്കാർ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും ചോദിക്കാനില്ല. എനിക്ക് അവിടെ പോകണമെങ്കിൽ ഞാൻ ഈ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് തന്നെ
ജോബ് ചെയ്യുന്ന സമയത്ത് തന്നെ ബസ്സിൽ ഞാൻ ഡെയിലി ആ ബസ്സിൻ്റെ ആൾക്കാരോട് ചോദിക്കും ഈ സ്ഥലമാണോ കല്ലുവേലാണോ കാരണം ഞങ്ങൾ കല്ലുവേലായിരുന്നു താമസം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും ഡെയിലി. ചിലപ്പോൾ ആ ബസ് തന്നെ ആയിരിക്കും ഞാൻ ഡെയിലി പോകുക, പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, കണ്ടാൽ എനിക്ക് മലയാളമല്ലേ എഴുതുക. അപ്പോൾ ആ മലയാളം എനിക്ക് മനസ്സിലാവാൻ ഞാൻ ഡെയിലി ചിലപ്പോൾ ഇങ്ങോട്ട് കണ്ടക്ടേഴ്സ് മാറിയിട്ടുണ്ടാവുമെന്ന് ചോദിച്ചിട്ട് ആ കണ്ടക്ടറിന് ഇതാണോ കല്ലുവേൽ പോകുന്ന ബസ്. അപ്പോൾ ഡെയിലി ചോദിക്കും. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഡെയിലി ഈ ബസ്സിൽ തന്നെ ഞങ്ങൾ പോവാറുള്ളത് ചോദിക്കാൻ അറിയാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ കണ്ടാൽ മനസ്സിലാവും. ചിലപ്പോൾ കണ്ടക്ടേഴ്സ് ഇങ്ങോട്ട് മാറുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം അതാണെന്ന് പറയുമ്പോൾ കണ്ടക്ടർ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാംഗ്വേജിലും കഷ്ടപ്പെട്ടു, അങ്ങനെ ഫുഡിലും കഷ്ടപ്പെട്ടു. ഫുഡൊക്കെ പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരെയായിരുന്നു. എനിക്ക് മീൻകരി അപ്പയും കുപ്പും എന്തൊക്കെയോ പൊട്ടത്തര സാധനങ്ങളുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് മലയാളി ഫുഡ് എന്ത് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പത്തിരിയാണത്, പൊരിച്ച പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഹസ്ബൻഡ് ഉമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കാറുണ്ട്, അത് എനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ വേറെ കുറേ സാധനം കുഞ്ഞി പത്തില്ല അതിൽ ബീഫൊക്കെ ഇട്ടിട്ട് വെക്കാറുള്ള അതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ബീഫ് ഇഷ്ടമല്ല, ബട്ട് അതിലിട്ടിട്ട് വെക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇവിടുത്തെ ഇഷ്ടമാണ്. അങ്ങനെ ഫുഡും അഡ്ജസ്റ്റ് ആയി. ഇനി മെയിൻ പ്രശ്നം എന്തുണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ 6 മണി ആയാൽ എല്ലാ ലേഡീസും ഉള്ളിലിരിക്കണം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ബട്ട് ലേഡീസ് ആണെങ്കിൽ 6 മണിക്ക് തന്നെ ഉള്ളിൽ ഇരിക്കണം, വീടിൻ്റെ ഡോറൊക്കെ അടിച്ചിരിക്കണം. ലേഡീസ് ആണെങ്കിൽ വീട്ടിലാണ് ഇരിക്കേണ്ടത്, രാത്രി പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊന്നും ശരിക്കും നിങ്ങൾ ഇവിടെ തന്നെ ഡൈജസ്റ്റ് ആയിട്ടില്ല. ബിക്കോസ് നമുക്ക് രാത്രി നൈറ്റ് ലൈഫല്ലേ അവിടെ ഉള്ളത്, സിറ്റിയിലെ എല്ലാത്തിലും നൈറ്റ് ലൈഫ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ലൈഫ് എന്നാണ് എനിക്ക് ഇഷ്ടം. ഇവിടെ വന്നിട്ട് തീരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തു. ഇപ്പോഴും എനിക്ക് പ്രശ്നം തന്നെയാണ് കേട്ടോ, രാത്രി പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇവിടെ രാത്രി പോകാൻ പറ്റൂല. രാത്രി പോയാൽ ഒരു ഓട്ടോ കിട്ടൂലോ, പുറത്ത് പോയാൽ എനിക്ക് പേടിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ 7 o'clock 8 o'clock ഒക്കെ പുറത്തിറങ്ങാറുണ്ട് കേട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല അങ്ങനെ പുറത്ത് പോകാൻ. അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാനോ എന്തായാലും കമൻറ്റിൽ ചോദിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.